പൊതുതെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രം ശേഷിക്കെ മലബാറിൽ തെരഞ്ഞെടുപ്പ് ചൂട് പാരമ്യത്തിലാണ്. സൈബർ ആക്രമണത്തിനെതിരെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് പരാതി നൽകും. വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, വടകരയിൽ സൈബർ ആക്രമണവും അതിനെ തുടർന്നുള്ള പരാതികളും ഒക്കെയാണ് നിഴലിച്ച് മുഴച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ വിധത്തിൽ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നു? പിറ്റി, എന്തായാലും പ്രചരണം ഇനിയിപ്പോൾ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 4 നാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ കലാശക്കൊട്ടാണ്. അതിനു മുന്നേ പ്രചരണത്തിൽ സജീവമാണ് എല്ലാ സ്ഥാനാർത്ഥികളും. പ്രത്യേകിച്ച് വടകരയിലെ സ്ഥാനാർത്ഥികൾ, വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണനും എല്ലാം തന്നെ വളരെ സജീവമാണ്. എന്തായാലും ഫിജി സൂചിപ്പിച്ചതുപോലെ ഈ വടകരയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത് സൈബർ ആക്രമണം തന്നെയാണ്. തുടക്കത്തിൽ KK ശൈലജ ടീച്ചർക്കെതിരെയായിരുന്നു സൈബർ ആക്രമണമെങ്കിൽ ഇപ്പോൾ അത് ഷാഫി പറമ്പിലിന് നേരെയും വരുന്നു എന്നൊരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഈ അണികൾ, ഈ ഇടത് വലത് അണികളെല്ലാം തന്നെ, ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അണികൾ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നുള്ളത് വളരെ ഈ രാഷ്ട്രീയ രംഗത്ത് ഭൂഷണമല്ലാത്തൊരു കാര്യമായി തീരുന്ന ഒരു സാഹചര്യം അത് വടകരയിൽ നിന്നും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ KK ശൈലജ ടീച്ചർ തനിക്കെതിരെ അശ്ലീല വീഡിയോയും ഒപ്പം അശ്ലീല ചിത്രങ്ങളും ഉൾപ്പെടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ഉൾപ്പെടെ പ്രചരിക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അവരുടെ വാർത്താ സമ്മേളനത്തിൽ അശ്ലീല വീഡിയോ എന്ന് താൻ പറഞ്ഞിട്ടില്ല, മോർഫ് ചെയ്ത ചിത്രം എന്നാണ് താൻ പറഞ്ഞത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും നേരത്തെ ശൈലജ ടീച്ചർ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇപ്പോൾ ഷാഫി പറമ്പിലും ഈ സൈബർ ആക്രമണം സംബന്ധിച്ച് പരാതി നൽകാൻ പോവുകയാണ്. ഇന്ന് ആ പരാതി നൽകുമെന്നാണ് നമുക്ക് അറിയുന്നത്. ഫിജി. ശരി റിയാസ്.